ഹലോ ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ തമ്പനയിൽ കൊടുത്തിരിക്കുന്നത് എല്ലാവരും കണ്ടു കാണുമല്ലോ. അപ്പോൾ സംഗതി തമ്പനയിലുണ്ടായിരുന്നു, നിങ്ങൾ വായിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. അതാണല്ലോ അല്ലേ വീഡിയോ കാണാൻ വന്നത് തന്നെ. അപ്പോൾ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പെയിൻറ്ററിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളുടെ മതിലിൻ്റെ അവിടെ പെയിൻറ്റ് ചെയ്തൊക്കെ നിങ്ങൾ പെയിൻറ്റ് ചെയ്തത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, പക്ഷെ മതിൽ കെട്ടുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതേ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കിട്ടുന്ന വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ സംഗതിയിലേക്ക് വരാം. ഇനിയിപ്പോൾ കൂടുതൽ ഞാൻ വാചകം അടിച്ച് കുളമാക്കുന്നില്ല. അപ്പോൾ നമ്മൾ പെയിൻറ്ററിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വൈറ്റ് സിമെൻറ്റ് അടിക്കാൻ പോവാണ് കേട്ടോ. ഇവിടെ കുറച്ച് പൊളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ആ നടക്കുന്ന സംഭവം. നമ്മൾ അതുവഴിയാണ് വീടിന് ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടൊക്കെ ഇരുന്നത്. അപ്പം വീടിനകത്ത് മണ്ണാകാതെ നടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആക്ച്വലി അങ്ങനെ കെട്ടിയിരിക്കുന്നത്. അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പണ്ട് തൊട്ടേ അങ്ങനെയുണ്ട്. അപ്പോൾ ഇടയ്ക്ക് അതൊന്ന് പൊളിഞ്ഞു പോയായിരുന്നു കേട്ടോ. അപ്പം പൊളിഞ്ഞു പോയത് ഒന്നുകൂടെ സിമെൻറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ സിമെൻറ്റ് ചെയ്താൽ മാത്രം പോരാ, കുറച്ച് സ്ട്രോങ് ആയിട്ട് അതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വൈറ്റ് സിമെൻറ്റ് അടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ എന്താണ് പെട്ടെന്ന് ആ സിമെൻറ്റ് അങ്ങ് പൊടി പോലെ പൊഴിഞ്ഞു പോയിട്ട് എന്ന് വെച്ചാൽ അങ്ങ് സിമെൻറ്റ് പറന്ന് അങ്ങ് പോകും. നമ്മളെപ്പോഴും നടക്കുവാണല്ലോ, അങ്ങനെ പൊടിയായിട്ട് അതങ്ങ് മാറിപ്പോയി വീണ്ടും അവിടെ പെട്ടെന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വൈറ്റ് സിമെൻറ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ വൈറ്റ് സിമെൻറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് സ്ട്രോങ് ആയിട്ടിരുന്നോളും, കുറേ നാൾ അതങ്ങനെ പൊട്ടാതെ അങ്ങനെ ഇരുന്നോളും കേട്ടോ. വൈറ്റ് സിമെൻറ്റ് ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് ഒരു പാടുമില്ല. വൈറ്റ് സിമെൻറ്റ് കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരിക, എന്നിട്ട് വൈറ്റ് സിമെൻറ്റിനകത്ത് വെള്ളം ഒഴിച്ച് ഒരു പേസ്റ്റ് പരുവത്തിൽ, ഒരു കുറുകിയ പരുവത്തിൽ നമ്മളങ്ങ് അടിച്ചു കൊടുക്കുക. ഒരു 2-3 മണിക്കൂറിനുള്ളിൽ അതങ്ങ് സെറ്റ് ആയിക്കോളും കേട്ടോ. അപ്പം ഇത് നമ്മൾ അടിച്ചു കഴിഞ്ഞ് ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മഴ വന്നു, പക്ഷേ ഒന്നും പോയില്ല കേട്ടോ. അങ്ങനെ തന്നെ അവിടെ നിൽപ്പുണ്ടായിരുന്നു, ഒന്നും പോകാതെ തന്നെ. മഴ പെയ്തെങ്കിലും വെള്ളമൊന്നും വീണൊന്നും ഒലിച്ചൊന്നും പോയില്ല കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് സംഭവം ഇതാണ് കേട്ടോ. നമ്മൾ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, കാരണം സാധനമായിട്ട് വരാവുന്ന പെയിൻറ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ അഡ്വാൻസ് ഒക്കെ ആൾ മേടിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ നമ്മൾ വിളിച്ചപ്പോഴത്തേക്ക് ആൾ എടുക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ആളിനെ എത്ര വിളിച്ചിട്ടും എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുകൊണ്ട് നമ്മളൊരു കാര്യം പഠിച്ചു. നമ്മൾ ഈ പെയിൻറ്റർമാരൊക്കെ വന്നു കഴിഞ്ഞാൽ, ഞാൻ പെയിൻറ്റർമാരെ കുറ്റം പറയുമല്ലോ കേട്ടോ, നമ്മളുടെ ലൈഫിൽ ഓരോ ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവുന്നത്. ഓരോരുത്തരും പൈസ ഉണ്ടാക്കുന്നത് വളരെ കഷ്ടപ്പെട്ടാണ് അല്ലേ. അതങ്ങനെ വെറുതെ പോകുമ്പോൾ നമുക്ക് ആർക്കാണെങ്കിലും സഹിക്കാൻ പറ്റില്ല. നമ്മൾക്ക് ഒരുപാട് കാശുള്ളവർക്ക് പ്രോബ്ലം ഇല്ലായിരിക്കും, പക്ഷെങ്കിൽ പെയിൻറ്റർ നമ്മളെ പറ്റിച്ചിട്ട് മുങ്ങി കേട്ടോ. നമ്മൾ പിന്നെ ഒരുപാട് തവണ വിളിച്ചെങ്കിലും ആളെടുത്തില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെട്ടെന്ന് കണ്ടതാണ് കേട്ടോ. ഇത് ഞാനിവിടെ ശ്രദ്ധിച്ചിരുന്നില്ല. ഇത് പപ്പയുടെ കൃഷിയാണ് കേട്ടോ. ബ്രിഞ്ചാൾ നോക്കിയപ്പം എൻ്റെ അത്രയും ഹൈറ്റുള്ളൊരു ബ്രിഞ്ചാളാണ് കേട്ടോ. അതിങ്ങനെ പൊക്കത്തിൽ കായ ഉണ്ടായി കിടക്കുകയാണ് കേട്ടോ. അപ്പം പുള്ളിയെ വിളിച്ചിട്ട് പുള്ളി എടുക്കുന്നതേ ഇല്ല കേട്ടോ. നമ്മൾ ആകെപ്പാടെ വിഷമിച്ചു, പിന്നെ ഒന്നും നോക്കിയില്ല. ആരെയും ആശ്രയിക്കാതെ ഒറ്റയ്ക്ക് അങ്ങ് അടിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കാര്യം. ഇങ്ങനെയുള്ള കുഞ്ഞു ജോലികൾക്കൊന്നും നമ്മൾ വെറുതെ പെയിൻറ്റർമാരെ ഒന്നും വിളിച്ച് ബുദ്ധിമുട്ടേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ആരെങ്കിലും കാണുമോ നാണക്കേടോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇതൊന്നും അത്ര നാണക്കേടുള്ള പരിപാടിയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതുകൊണ്ട് മമ്മിയും കൊച്ചും ഭംഗിയായിട്ട് കാര്യം അങ്ങ് ചെയ്തു.